കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ കൊയിലാണ്ടി കോട്ടക്കൽ സ്വദേശി എം നൌഷാദിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി കണ്ണൂർ സ്വദേശി PK ഷഹീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ, ദൃശ്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ പോലും അവിടെ ആക്രമണം ഏത് സാഹചര്യത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്? പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായും അശ്വതി, ഇന്നലെ രാവിലെ 6:45 വടകരയിൽ നിന്നും പുറപ്പെട്ട് 8:30 കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയ ബസ്സിലെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത്. ഇദ്ദേഹം ഈ വാഹനം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയ ശേഷം ട്രാക്കിൽ കയറ്റിയിട്ട ശേഷം വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പരിചയക്കാരൻ കൂടിയായ ഷഹീർ എന്നയാൾ, മറ്റൊരു ബസ്സിലെ ജീവനക്കാരനാണ്, ഇയാൾ ഈ നൌഷാദിന്റെ ബസ്സിലേക്ക് പാഞ്ഞു കയറുകയും ആദ്യം കൈകൊണ്ട് മുഖത്തും ശരീരത്തിനും അടിക്കുകയും പിന്നീട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ ബസ്സിലെ തന്നെ കണ്ടക്ടറായ പ്രമോദ് ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റി പിന്നോട്ട് കൊണ്ടുപോയെങ്കിലും പിൻസീറ്റിനടിയിൽ ഉണ്ടായിരുന്ന ജാക്കി ലിവർ എടുത്ത് നൌഷാദിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഗുരുതരമായ പരിക്ക് പറ്റിയത്. പിന്നീട് ഈ രക്തം വാർന്ന് താഴെ വീണ ബസ്സിൽ വീണ നൌഷാദിനെ സഹപ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഗുരുതരാവസ്ഥയിലായ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കടന്നു പോവുകയും ചെയ്യുന്നത്. ഈ സമയം ഈ ആളുകൾ ഈ നൌഷാദിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ ഷഹീർ വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഈ രണ്ടുപേർ, ഈ നൌഷാദും ഷഹീറും തമ്മിൽ ഓടിക്കുന്ന വാഹനങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസത്തിലാണ് വടകരയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്നത്. പലവട്ടം ഈ നൌഷാദിന്റെ ബസ് മറികടന്ന് പോരുകയും ചെയ്തിരുന്നു. ഇതിൽ ഉള്ള വൈരാഗ്യം നിമിത്തമാണ് ആക്രമിച്ചതെന്നാണ് പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കണ്ണൂർ മമ്പറം സ്വദേശി കൂടിയായ PK ഷഹീറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ കോഴിക്കോട് വടകര റൂട്ടിൽ പതിവാണ്. പലപ്പോഴും ഈ മത്സര ഓട്ടത്തിനൊടുവിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി ഈ പരസ്പരം ഏറ്റുമുട്ടുന്ന അതും പതിവുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഏതാണ്ട് ഈ സമാനമായ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അന്ന് യാത്രക്കാരടക്കമുള്ളവർ ഏറ്റുമുട്ടലിൽ പങ്കെടുക്കുകയും ഒരു കൂട്ട അടിയിലേക്ക് പ്രശ്നങ്ങൾ നീങ്ങുകയുമാണ് ചെയ്തത്. ബസ്സുകൾ അന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടും വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ബസ്സുകാർക്ക് നോട്ടീസ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.